ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പ്ലെയിൻ റൈസ് ആണ് കേട്ടോ. ചോറ് നന്നായി ചൂടാറിന് ശേഷം ഈ പാത്രത്തിലേക്ക് കുറേശ്ശെയായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ വല്ലാതെ അങ്ങോട്ട് പൊടിഞ്ഞു പോകും. ഇപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കറിയായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ചില്ലിയാണ് കേട്ടോ. നമ്മുടെ സോയാബീൻ ഇല്ലേ, അത് വെച്ചിട്ട് ഒരു ചില്ലി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സോയാ സോസ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ സോയ ചില്ലി ഉണ്ടാക്കിയെടുക്കാം. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. ആൾക്കിത് വലിയ ഇഷ്ടമാണ് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ലഞ്ച് ബോക്സിലേക്ക് വെച്ചെടുക്കാം. ഒരു ബുൾസൈ കൂടി വെച്ചെടുക്കാം. ഇനി ഫ്രൂട്ട് സാലഡിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് പൈനാപ്പിളും തണ്ണിമത്തനുമാണ് കേട്ടോ. ഇപ്പം നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് എല്ലാ കടയിലും നല്ലതുപോലെ ഫ്രൂട്ട്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഫ്രൂട്ട്സ് കുറേശ്ശെ ലഞ്ച് ബോക്സിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്ന് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ലഞ്ച് ബോക്സിൽ എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫ്രൂട്ട് സാലഡും റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ സാലഡിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കുക്കുംബറും ക്യാരറ്റും തക്കാളിയാണ് കേട്ടോ. നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ലഞ്ച് ബോക്സിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നാളെ നല്ല അടിപൊളി ലഞ്ച് ബോക്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ.